മദീനത്ത് നബി തങ്ങൾ വന്നപ്പോൾ എല്ലാ ആളുകളും നബി തങ്ങൾക്ക് സമ്മാനങ്ങളുമായി വരുന്നു. നബി തങ്ങൾക്ക് സമ്മാനങ്ങളുമായി വരുന്നു. പലരും പലതും സമ്മാനം കൊടുക്കുകയാണ്. അങ്ങനെ സമ്മാനം കൊടുത്തു. സഹോദരിമാര് വന്നു, ഈത്തപ്പഴങ്ങളുമായി വന്നു, കാരക്കയുമായി വന്നു, അങ്ങനെ നെയ്യുമായി വന്നു. പലരും നബിതങ്ങൾക്ക് പലതും കൊടുക്കാൻ വേണ്ടി വന്നു. മദീനത്തേക്ക് എത്തിയ നേതാവല്ലേ, മക്കത്തു നിന്ന് വന്ന ആളല്ലേ, പലായനം ചെയ്തു വന്ന നേതാവാണ്. ആ നേതാവിനെ ഒന്ന് സ്വീകരിക്കാനും ആശ്വസിപ്പിക്കാനും ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്ന് അറിയിക്കാനും എല്ലാവരും നബിതങ്ങളുടെ അരികിലേക്ക്, അൻസാറുകൾ അവരുടെ പേര് തന്നെ അതാണ്, സഹായികൾ എന്നാണ്. അൻസാറുകളായ ആളുകൾ അവർക്ക് ഹൃദയ നൈർമല്യമുള്ള ആളുകളാണ്, വളരെ സോഫ്റ്റായ ഹൃദയത്തിന്റെ ഉടമകളാണ്. ആ ആളുകൾ നബിതങ്ങളെ ഇങ്ങോട്ട് ഉൾക്കൊണ്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ നബിതങ്ങളുടെ അരികിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും നബിയെ അങ്ങേക്ക് പലതും തന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് തരാനുള്ളത് എന്റെ പൊന്നുമോൻ അനസിനെയാണ്. ഞാൻ അങ്ങേക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് എന്റെ മകനെയാണ്, അനസ് റളിയല്ലാഹു അൻഹു. ചെറിയ പ്രായം. ആ കുട്ടിയെ നബിതങ്ങൾക്ക് കൊടുത്തിട്ട് പറയാണ്, അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്യട്ടെ, അങ്ങയുടെ ഖിദ്മത്തിൽ അനസ് ജീവിക്കട്ടെ. 10 കൊല്ലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അനസ് റളിയല്ലാഹു അൻഹു. ആളുകൾ വരുന്നതും ആളുകൾ പോകുന്നതും എല്ലാം കാണുന്ന, ഇടപഴക്കങ്ങൾ കാണുന്ന, മനസ്സിലാക്കുന്ന മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാണ് ഖിയാമത്ത് നാളെന്ന് ചോദിച്ച ആളോട് എന്ത് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ ഈ ചോദ്യകർത്താവ് കുറച്ചു നേരം ഒന്ന് ആലോചന നിമഗ്നനായി. ഹദീസിൽ കാണാം, കുറച്ചിങ്ങനെ ആലോചിച്ചു. അദ്ദേഹം ആലോചിച്ച് എന്ത് പറയണം നബിതങ്ങളോട് മറുപടി എന്നാണ് ആലോചന. ആലോചിച്ചിട്ട് പറയുന്നു, ഞാൻ കുറെ നിസ്കാരം ഒരുക്കി വെച്ചിട്ടില്ല, ഞാൻ കുറെ നോമ്പ് തയ്യാറാക്കി വച്ചിട്ടില്ല, കുറെ ദാനധർമ്മങ്ങൾ എനിക്കുണ്ടെന്ന് പറയാനില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനോടും റസൂലിനോടും സ്നേഹമുണ്ടെന്നത് മാത്രമേ പറയാനുള്ളൂ. ആ സമയത്താണ് നബിതങ്ങൾ അന്ത മഅമൻ അഹ്ബബ്ത പറഞ്ഞത്. നിങ്ങൾ സ്നേഹിച്ച ആളുടെ കൂടെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഈ വാചകം കേട്ട് ഞങ്ങൾ സന്തോഷിച്ചതുപോലെ മദീനക്കാര് വേറെ ഒരു വാക്ക് കേട്ടും സന്തോഷിച്ചിട്ടില്ല. ഇതും പറഞ്ഞതിന് ശേഷം അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു, വ അബൂബക്കറിൻ വ ഉമറ, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഇഷ്ടപ്പെടുന്നു, ഉമർ തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, വ അർജു അൻ അകൂന മഅഹും ഫിൽ ജന്ന, സ്വർഗത്തിൽ അവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു എന്താണിത് പറയാൻ കാരണം? രാവുകളിലും പകലുകളിലും നബിതങ്ങളുടെ തിരുമുറ്റത്ത് കാണുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു അൻഹു ഞാൻ സിദ്ദീഖ് തങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രത്യേകം പറയുന്നത്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രത്യേകം പറയുന്നത്. ആ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ റഅയ്തു റജുലൻ ഇൽതഖമ ഉദുന റസൂലില്ലാഹ്, നബിതങ്ങളുടെ കാത് കവർന്ന ഒരാള്, നബിതങ്ങളുടെ കാതിൽ സംസാരിക്കുന്ന ഒരാള്, ആ ഒരാൾ നബിതങ്ങൾ അവിടുത്തെ തലയങ്ങ് തിരിച്ചു കളഞ്ഞത് ഒരാളുടെയും അനുഭവത്തിൽ പറയാനുണ്ടാകില്ല. നബിതങ്ങളോടൊരു കാര്യം പറയാൻ വന്നാൽ പറയാൻ വന്നവൻ പറഞ്ഞു തീർത്തു പിരിഞ്ഞു പോകുന്നതുവരെ ഹബീബായ നബിതങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നു. ഇത് അവിടുത്തെ പ്രകൃതിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതിയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അനസ് റളിയല്ലാഹു അൻഹു അത് പറയാൻ ഏറ്റവും യോഗ്യനും കൂടിയാണ് എന്ന് പറഞ്ഞാൽ അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ നബി തങ്ങളുടെ കൂടെ രാപ്പകലുകളിലുള്ള ആളുകൾ കുറവാണ്.